ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിലെ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ വീട്ടിൽ ഈ പുതിയ വീട്ടിൽ ഗസ്റ്റായിട്ട് വന്നിരിക്കുന്ന രണ്ടാൾക്കാരുണ്ട്. അപ്പോൾ അവർക്കുള്ള ഫുഡാണ് ഞാനിപ്പോൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ കുടുതക്കറി നല്ല പുളിയൊക്കെ ഇട്ട് വെച്ചിട്ട് അപ്പോൾ അത് കൊടുക്കാമെന്ന് വെച്ചിട്ടോ. അപ്പോൾ അതും കൂടെ കൊടുത്തു. അപ്പോൾ ഇവർ കുറേ ദിവസമായി നമ്മുടെ ഈ വീട്ടിൽ ഇത്രയും ദിവസം ആളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ചേച്ചിയുടെ പുതിയ വീടാണ്. അപ്പോൾ ഇവരുടെ വീട്ടിൽ ആദ്യമായിട്ട് വന്നേക്കുവാണ് ഈ രണ്ട് ഗസ്റ്റ് കേട്ടോ. അപ്പം നമ്മൾ അവർക്ക് നല്ല രീതിക്കൊരു ഫുഡ് കൊടുക്കാമെന്ന് വെച്ചിട്ടോ. അപ്പം ഞാനാണ് കൊണ്ടുവന്ന് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു കാടപ്പൂച്ചയുണ്ട്, പിന്നെയെന്ന് പറയുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു വൈറ്റ് ബ്ലൂ കളറിലെ ഐസൊക്കെ ആയിട്ടുള്ള ഒരു പൂച്ചയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവർക്ക് രാവിലെ തന്നെ ഫുഡ് കൊടുക്കാമെന്ന് വെച്ചു. പക്ഷേ ഞാനിത് കൊണ്ടുവന്ന് വെച്ചപ്പോഴേക്കും അവരാദ്യം വന്നില്ല കേട്ടോ. ഒരാൾ പേടിച്ച് പോയി മാറി നിൽക്കുകയാണ്. പിന്നെ ഒരു തള്ളപ്പൂച്ച ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ ഇവർ നേരത്തെ ഒരുപാട് നാളായി ഇപ്പോൾ ഇവിടെ ആളാനൊക്കെ ഇല്ലായിരുന്നല്ലോ. അപ്പോൾ ഇന്നലെയാണ് ഇവർ ഈ വീട്ടിലോട്ട് താമസം മാറിയത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് പൂച്ചകൾ ചേട്ടന് ഭയങ്കര ഇഷ്ടമുണ്ടോ. ചേച്ചിയുടെ ഹസ്ബൻഡിന് പൂച്ചകൾ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഒരു 10-15 പൂച്ച ഇവരുടെ വീട്ടിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നാളും ഇവിടെ ഈ ഒരു അനക്കമൊന്നും ഇല്ലായിരുന്ന സമയത്ത് പൂച്ചകളൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ ഇവിടെ വീട്ടിലേക്ക് ആൾ വന്നു എന്നറിഞ്ഞപ്പോഴേക്കും നമ്മുടെ പൂച്ചകളൊക്കെ തിരികെ വരുവാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ചോറൊക്കെ ഇട്ട് കൊടുത്തും കേട്ടോ. അപ്പോൾ കാടൻ പൂച്ചയാണ് ആദ്യം വന്ന് ഫുഡ് കഴിക്കുന്നത് കേട്ടോ. മറ്റേ കുഞ്ഞി പൂച്ചയ്ക്ക് വരാൻ ഭയങ്കര പേടിയായിരുന്നു. ഞാനാണെങ്കിൽ ചോറ് വെച്ച് കൊടുത്തു. എനിക്ക് ഈ വയറ്റ് പൂച്ച ഫുഡ് കഴിക്കുന്നത് കാണാനായിട്ട് ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തു. പിന്നെ ആൾ കഴിക്കില്ല എന്ന് കണ്ടപ്പോഴേക്കും ഞാൻ തിരിച്ചു പോയും കേട്ടോ. അപ്പോൾ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് പൂച്ചക്കുഞ്ഞുങ്ങളെയും പൂച്ചനെയൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പോൾ വീട്ടിൽ ആളായതുകൊണ്ട് തന്നെ ഇനി ഒരുപാട് ഇപ്പോൾ രണ്ടെണ്ണേ ഉള്ളൂ. ഇനി പുറകെ ഒരുപാട് പൂച്ചകൾ ഇങ്ങനെ വരും കേട്ടോ. കാരണം ഇവർ ഫുഡൊക്കെ നല്ല രീതിക്ക് കൊടുക്കുന്ന ആൾക്കാർ.